വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ സ്ഥാപിക്കുന്നതായ സർവ്വ വസ്തുക്കൾക്കും സർവ്വ കാര്യങ്ങൾക്കും ഒരു ശരിയായ ദിശയുണ്ട് എന്നുള്ളതാണ്. ഈ ദിശയിൽ അല്ലെങ്കിൽ ഈ ദിക്കിൽ നമ്മൾ അതിനെ വെച്ച് പെരുമാറുമ്പോഴാണ് സർവ്വദേവത അനുഗ്രഹം ഉണ്ടാകുന്നത്, നമ്മുടെ ഗൃഹത്തിലെ ഊർജ്ജനില ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ അലക്ക് കല്ലുകൾ സ്ഥാപിക്കുന്നതിന് ശരിയായ ദിശകളുണ്ട്, ഉത്തമമായ ദിക്കുകളുണ്ട്. നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും വടക്ക് കിഴക്കേ മൂലയായിട്ടുള്ള ഈശാന മൂലയിൽ അലക്ക് കല്ലുകൾ സ്ഥാപിക്കാൻ പാടില്ല. ഈശാന മൂല മലിനപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ കോണായ കന്നിമൂലയിലും മലിനജലം വീഴാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ അലക്ക് കല്ലുകളും സ്ഥാപിക്കുവാൻ പാടില്ല. തെക്ക് കിഴക്കേ മൂല അഗ്നി മൂലയാണ്. അഗ്നി തത്വത്തിന് നേർവിപരീതമാണ് ജലതത്വം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അഗ്നി മൂല വരുന്ന ഭാഗത്തും അലക്ക് കല്ല് സ്ഥാപിക്കുവാൻ പാടില്ല. നമ്മൾ ഈ മനസ്സിലാക്കിയ ഇടങ്ങളിലൊക്കെ തന്നെ അലക്കുകല്ലുകൾ വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യവും ദുഃഖവും മൂധേവിവാസവും രോഗദുരിതങ്ങളും നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കാനുള്ള സാധ്യത വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ അലക്കുകല്ലുകൾ സ്ഥാപിക്കേണ്ടത് തീർച്ചയായിട്ടും വേണം വടക്ക് പടിഞ്ഞാറ് ദിശ, അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിശ, കൃത്യമായിട്ടുള്ള തെക്ക് ദിശ, ഇവിടങ്ങളിലൊക്കെ തന്നെ അലക്കുകല്ല് സ്ഥാപിക്കുന്നത് സർവ്വ ഐശ്വര്യവും സർവ്വമംഗളവും നമ്മുടെ ഗൃഹത്തിൽ നേടിത്തരും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടിത്തരും. ധനവും സമ്പത്തും ആരോഗ്യവും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യം വളരെയധികം വർദ്ധിക്കുന്നതിന് ഈ ദിക്കുകൾ അല്ലെങ്കിൽ ഈ ദിശകൾ നമ്മെ സഹായിക്കും. അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ കടന്നാൽ പൂർണ്ണമായ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്.